ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എയർകെടെക് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് വിൻഡോ 10 ലാപ്ടോപ്സിന്റെ ബാറ്ററി ലൈഫ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. വിൻഡോസ് 10 ലാപ്ടോപ്സിന്റെ ആണ് കേട്ടോ, മൈക്രോസോഫ്റ്റ് വെയറിന്റെ സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രദ്ധിക്കുക. കാരണം കുറച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. ലാപ്ടോപ്പ് ഉള്ളവരെന്തായാലും കാണാം, വിൻഡോ 10 ലാപ്ടോപ്പ് ഉള്ളവരെന്തായാലും കാണാം. അല്ലാത്തവർക്കും അതുപോലെ തന്നെ മൊബൈൽ ചാർജ് നിലനിർത്താനായിട്ടുള്ള ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള, അതായത് ബാറ്ററി ലൈഫ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള എല്ലാ ടിപ്സും കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ലാപ്ടോപ്പിന് മാത്രമല്ല, നമ്മുടെ സ്മാർട്ട് ഫോൺസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ മതി. ലാപ്ടോപ്സിനാണെങ്കിലും സ്മാർട്ട് ഫോൺസിനാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ചാർജ് നിലനിർത്താൻ സാധിക്കും. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ സ്മാർട്ട് ഫോൺസിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്സിനാണെങ്കിലും ആദ്യം തന്നെ ബ്രൈറ്റ്നെസ് കുറവാണോ എന്നല്ലെങ്കിൽ കുറച്ചിടാം. ബ്രൈറ്റ്നെസ് കുറച്ചിടാം. മാക്സിമം ബ്രൈറ്റ്നെസ് നമുക്ക് കാണാവുന്ന രീതിയിൽ ഇടാം. ഫുള്ളാക്കി ഒന്നും ഇടരുത്, പെട്ടെന്ന് ചാർജ് ഇറങ്ങാനുള്ള ഒരു വലിയ സാധ്യത കാണുന്നുണ്ട് അല്ലെ. അപ്പോൾ ബ്രൈറ്റ്നെസ് ഫസ്റ്റ് തന്നെ ബ്രൈറ്റ്നെസ് കുറച്ചിടാം. വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മുടെ ലാപ്ടോപ്സിനാണെങ്കിലും അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺസിനാണെങ്കിലും ബാറ്ററി സേവർ ഓൺ ചെയ്തിടാം. കാരണം ആ ഒരു ബാറ്ററി സേവർ ഓൺ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി, അതായത് ചാർജ് ഇറങ്ങി പോവാതിരിക്കാനായിട്ട് വളരെയധികം സഹായിക്കും. സ്മാർട്ട് ഫോൺസിന് ഇടാൻ പോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്സിന് ഇടാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. അപ്പൊ ഞാൻ എൻ്റെ ഒരു പിക്ക് ഞാനിവിടെ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറ്റിംഗ്സിൽ പോയിട്ട് ഒരു സംഭവമൊക്കെ ഉണ്ട്, സെറ്റിംഗ്സിൽ ബ്രൈറ്റ്നസ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീനിലാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഒരു ഇതിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നു. അപ്പോൾ ഇതിലും കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ബ്ലൂടൂത്തും അതുപോലെ തന്നെ വൈഫൈയും ഓഫ് ചെയ്തിടാം. നമ്മളിപ്പോ ഉപയോഗിക്കാത്ത സമയത്ത് ബ്ലൂടൂത്തും അതുപോലെ തന്നെ വൈഫൈ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാർജ് ഇറങ്ങും. അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോ വൈഫൈ ഒക്കെ ഉപയോഗിച്ച് അതല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഓഫ് ചെയ്യാനായി കൂടി ശ്രദ്ധിക്കുക. ബ്ലൂടൂത്ത് ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ വൈഫൈയും ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ഒരു ഇതെന്ന് പറയാനായിട്ടാണെങ്കിൽ, നമ്മുടെ ലാപ്പിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്മാർട്ട് ഫോൺസിന് ഇത് പറ്റില്ല. ലാപ്ടോപ്പിന്റെ കീബോർഡ്സിൽ വരുന്ന ലൈറ്റുകൾ ഓഫ് ചെയ്തിടാം. അതായത് നമ്മുടെ കീബോർഡ്സിൽ ഓരോരോ ലെറ്റേഴ്സിനും വൈറ്റ് കളറായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ കീബോർഡിന്റെ ആ ഒരു ലൈറ്റ് നമുക്കത് ഓഫ് ചെയ്തിടാൻ പറ്റും. ആ സെറ്റിംഗ്സിൽ പറ്റും. അത് നിങ്ങളത് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബാറ്ററി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എനിക്കറിയാവുന്ന ടിപ്സ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. സ്മാർട്ട് ഫോൺസിനാണെങ്കിലും അതുപോലെ തന്നെ ലാപ്ടോപ്സിനാണെങ്കിലും ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും. ഇപ്പോൾ അത്രയ്ക്ക് വലിയൊരു ചാർജ് ഇറങ്ങി പോക്കൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ബാറ്ററി മാറ്റാൻ ശ്രദ്ധിക്കുക. ഇത് ചെറിയ ചെറിയ ടിപ്സ് ആണ്. ഞാൻ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിലേക്ക് ഉപയോഗിക്കാൻ പെട്ടെന്നൊക്കെ ഇറങ്ങി പോവാണെങ്കിൽ ഉറപ്പായിട്ടും ബാറ്ററി ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മളത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ആ ഒരു സിസ്റ്റത്തിന് വളരെയധികം കംപ്ലൈന്റ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.